യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കുന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെയും കർത്താവ് വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും നിർത്തിയ ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം തമ്പുരാന്റെ സ്നേഹത്തിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്നിനും ഒരു കുറവില്ലാതെ വണ്ണം അന്ന് നിമിഷം നമ്മെ നടത്തുന്ന, ജയത്തോടെ നടത്തുന്ന, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലവും സ്തോത്രം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഉറപ്പോടെ ധൈര്യത്തോടെ പൽക്കാലമായിരിക്കുക. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ ഈ പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ആരും അറിയാതെ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുന്ന യേശു കർത്താവ്. പ്രിയ ദൈവമക്കളെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പൽക്കാലം ചില വിഷയങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി തീരുമോ, മറ്റുള്ളവർ അറിയുമോ, എന്തായി തീരും എന്ന് ഭാരപ്പെടുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, യേശു കർത്താവ് കൂടെയുണ്ടോ? നിന്റെ വിഷയം മറ്റാരും അറിയാതെ എൻ്റെ യേശു കർത്താവ് വിഷയത്തെ പരിഹരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഉറപ്പോടെ ആയിരിക്കുക. നിന്ദിക്കപ്പെടേണ്ട ഇടത്ത്, ഹല്ലേലൂയ, നിന്നെ തകർത്ത് കളയേണ്ട ഇടത്ത് നിന്റെ തല ഉയർത്തുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതേ. സ്തോത്രം. ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ നടുവിൽ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. ഇതിന്റെ അവസാനം എന്തായി തീരുമെന്നുള്ള നിരാശ നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പ്രവർത്തെ ആ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിയുന്ന, ആ പ്രശ്നത്തെ നികത്തുവാൻ കഴിയുന്ന, ജീവിതത്തിൽ കടന്നു വന്ന കുറവിനെ മാറ്റുവാൻ കഴിയുന്ന യേശു കർത്താവ് കൂടെയുണ്ട്. ആ യേശു കർത്താവുമായിട്ട് ഈ പകൽക്കാലം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ യേശു കർത്താവിനെ ക്ഷണിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ കടന്നു വരുന്ന എല്ലാ കുറവുകളും മറ്റൊരാൾ അറിയാതെ വണ്ണം ദൈവം അതിനെ നികത്തി തരും. ഹല്ലേലൂയ. അതിനെ പരിഹരിച്ചു തരും. യേശു കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വിഷയവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ നാം പറയട്ടെ, ഹല്ലേലൂയ, നാം ക്ഷണിക്കേണ്ടത്, ഹല്ലേലൂയ, യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും ക്ഷണിക്കണം. സ്തോത്ര. യേശു കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കടന്നു വരും. നമ്മൾ നിന്ദിക്കപ്പെടും. നമ്മൾ തകർന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതെ, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരാം. പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, പല വിഷയങ്ങളും തലപൊക്കി കടന്നു വരാം. പല കുറവുകളും ജീവിതത്തിനകത്ത് കടന്നു വരാം. നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ നിസ്സഹായതയുടെ നടുവിൽ നിൽക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരാം. അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷേ യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ പ്രശ്നത്തെ കർത്താവ് സോൾവ് ചെയ്യും. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, സ്തോത്ര, ആരും നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ ആ യേശു കർത്താവിനെ ക്ഷണിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ
ഏത് യാത്രയുടെ മധ്യത്തിൽ ആയിക്കൊള്ളട്ടെ, ആ യേശു കർത്താവിനെ ക്ഷണിക്കുക. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ എടുത്തു എഴുതിയിരിക്കുന്നു. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കാം, ക്ഷണിക്കാത്ത ഇടത്ത് കയറി ചെല്ലുന്നവർ യേശു കർത്താവല്ല. ആര് ക്ഷണിക്കുന്നുവോ അവരുടെ അടുക്കൽ കൂടെ നിൽക്കുന്ന യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയാം, യേശു കർത്താവ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകം ക്ഷണിക്കുന്നത്? ഇല്ല പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊരു വിഷയം കൂടെ നടുവിൽ നമ്മുടെ യാത്രയിൽ ഉടനീളം സ്തോത്ര യേശു കർത്താവിനെ ക്ഷണിക്കുക. അപ്പൊ ഞാൻ കടന്നു പോകുന്നു, എന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് നാം യേശു കർത്താവിനെ കൂടി ക്ഷണിക്കുവാനായിട്ട് ഇടയെത്തുന്ന, ക്ഷണിക്കപ്പെടുന്നവരുടെ കൂടെ ഇരിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ നമ്മൾ ആരംഭത്തിൽ നമ്മുടെ കഴിവും നമ്മുടെ സാമർത്ഥ്യം ഒക്കെ നോക്കി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് കടന്നു പോകും. അവസാനം ഒരു പ്രശ്നങ്ങൾ കടന്നു വന്ന് നമുക്കതിനെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് അയ്യോ യേശുവിന്റെ കരങ്ങളിലേക്ക് വിഷയത്തെ ഏൽപ്പിക്കുന്നത്. അല്ല, നമ്മുടെ വിഷയം കടന്നു വരുന്നതിന് മുമ്പായി തന്നെ സ്തോത്ര നമ്മെ വിഷയത്തിനകത്തുനിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ആ യാത്രയിൽ തിരമാലൊക്കെ കടന്നു വരാം, പടകൾ കോളുകൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ കടന്നു വരുമെന്നുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പ്രിയ ദൈവമക്കളെ, ഏതു പ്രശ്നത്തെയും പരിഹരിപ്പാൻ കഴിയുന്ന ആ യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ക്ഷണിക്കണം. കാരണം പൂർണ്ണതയുള്ള യേശു കർത്താവ്, സകലതിനെയും പരിഹരിപ്പാൻ കഴിയുന്ന യേശു കർത്താവ്, ഹല്ലേലൂയ, അതേ നമ്മൾ ക്ഷണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയെത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ യാത്രയുടെ മധ്യത്തിൽ നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കടന്നു വരുന്ന കുറവുകളെ എന്റെ യേശു കർത്താവ് പരിഹരിച്ചു തരും. സ്തോത്രം. ഇവിടെ ആ കല്യാണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. സ്തോത്ര. ഈ പൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന യാത്രയെ യേശു കർത്താവിനെ കൂടി ക്ഷണിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാതോണ നിങ്ങളുടെ കടന്നു പോകുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടവരായിട്ട് ഒരു ദൈവപ്രവൃത്തി കണ്ട് നിങ്ങൾ മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുന്ന സ്തോത്രം, വീഞ്ഞു പോരാതെ വരികയാ. യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്? എന്റെ നാടിയെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോ യേശു കർത്താവിന്റെ അമ്മ യേശുവിനോട് പറയുന്നുണ്ട്, ഇവിടെ വീഞ്ഞില്ല, വീഞ്ഞു തീർന്നു പോയി. ഒരിക്കലും ആ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. സ്തോത്ര. പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, ഒട്ടും നനയ്ക്കാത്ത ഒരു ടൈമിനകത്ത് അവിടെ ഒരു പ്രശ്നം തലമുക്കി കടന്നു വരികയാ. സന്തോഷങ്ങൾ തളം കെട്ടി കിടക്കുന്ന സാഹചര്യത്തിൽ കണ്ണുനീരിന്റെ അനുഭവത്തെ കൊണ്ടുവരുക, നിന്നയുടെ അനുഭവത്തെ കൊണ്ടുവരുക, മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു പരിഹാസ വിഷയമാക്കി തീർക്കുവാനായിട്ട് ശത്രു കൊണ്ടുവന്ന വലിയൊരു പദ്ധതിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ യേശു കർത്താവിന്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു അവളുടെ സ്ത്രീയെ, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്? ഹല്ലേലൂയ. എന്റെ നാടി ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. അതേ സ്തോത്ര. വിഷയത്തെ യേശു കർത്താവിന്റെ അമ്മ എന്ത് ചെയ്തു? യേശുവിന്റെ പക്കൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശുവിന് ഈ വിഷയത്തിനകത്ത് പരിഹാരം കൊടുക്കുവാൻ കഴിയുമെന്ന മറിയയ്ക്ക് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഈ സമയത്ത് മൗനമായിട്ടിരിക്കില്ല. യേശു കർത്താവ് എന്തും ഇതിനകത്ത് ചെയ്യുവാൻ യേശു കർത്താവിന് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം ഹല്ലേലൂയ മറിയയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ആ വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ പരിഹാരം കൊടുപ്പാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തോന്നും. എന്റെ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട് ശുശ്രൂഷക്കാരോട്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ച അത് ചെയ്യുവേ. സ്തോത്രം. അപ്പൊ മറിയയ്ക്ക് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഈ വിഷയത്തിനകത്ത് യേശു കർത്താവ് എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വിടുതലാണെന്ന് മറിയയ്ക്ക് അറിയാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാല കർത്താവിന്റെ ചില കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. ചിലതിനകത്ത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ.
അവിടെ കാണുന്നു. അവിടെ യേശു കർത്താവ് പറഞ്ഞു, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവായിക്ക് കൊണ്ടുപോയി കൊടുപ്പേ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇതിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ വേഗത്തിലല്ല സംഭവിക്കുന്നത്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന കൽപാത്രങ്ങളിൽ, പുറത്ത് കിടക്കുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞപ്പോ ആ യേശു കൽപ്പിക്കുന്നത് അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ശുശ്രൂഷക്കാരെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ശുശ്രൂഷക്കാർ അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു കർത്താവ് വെള്ളം നിറച്ച് അവർ കൊണ്ടുവന്നപ്പോ യേശു പറഞ്ഞു, ഇത് കോരി എന്ത് ചെയ്യുന്നു, വിരുന്നുവായിക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറഞ്ഞു. അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോ മണവാളിനെ വിളിച്ചു. അതായിരുന്നു ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുത്തത്. സ്തോത്ര. മറ്റാരും അറിയാതെ പ്രശ്നത്തെ സോൾവ് ചെയ്യപ്പെടുന്ന അനുഭവം. ഹല്ലേലൂയ. ആ ഭവനത്തിനകത്ത് കടന്നു വന്ന വീഞ്ഞിന്റെ കുറവ് ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. കാരണം കല്യാണ വീട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് വീഞ്ഞെന്ന് പറയുന്നത്. അത് തീർന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു, പബ്ലിസിറ്റി ആകും. ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. സ്തോത്രം. അത് ആ ഭവനത്തിന് വളരെയധികം വേദനിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു നിന്ദിക്കപ്പെടുന്ന അനുഭവമാണ്, മറ്റുള്ളവർ മുമ്പിൽ തല താഴ്ത്തുന്ന ഒരു അനുഭവമാണ്. പക്ഷെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടിടുവാൻ ഇടയാകാതെ അവിടെ കാണുവാൻ സാധിക്കുന്നു, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ ഈ പകൽക്കാലം പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. അതേ, ചില വിഷയങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടുന്നില്ലേ? പെട്ടെന്ന് തലപൊക്കി കടന്നു വന്ന ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, ഇതിനകത്തൊരു കുറവും വരരുത് എന്ന് പറഞ്ഞ് നീ ചെയ്തിട്ടും നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ തലപ്പൊക്കി കടന്നു വന്ന ചില പ്രശ്നങ്ങൾ, ചില കുറവുകൾ, ഹല്ലേലൂയ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മറ്റാരും അറിയാതെ വേണം ആ പ്രശ്നത്തെ എന്റെ യേശു കർത്താവ് പരിഹരിച്ചു തരും. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വിരുന്നുവാഴികളിലേക്ക് പറഞ്ഞു വിടുവാൻ, അല്ലെങ്കിൽ അവരിലേക്ക് ഹല്ലേലൂയ ആ വിഷയം തള്ളിവിടുവാൻ ശത്രു നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, അവരുടെ ചെവികളിലേക്ക് എത്തുവാൻ ഇടയാകുന്നതിന് മുമ്പേ, അതായത് നമുക്കവിടെ ചിന്തിക്കുമ്പോൾ കാണുക, അവിടെ ആ വീഞ്ഞ അവരുടെ ഭവനത്തിനകത്ത് തീർന്നുവെങ്കിലും അവര് ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറവ് വരുന്നതിന് മുമ്പായിട്ട് കർത്താവ്, ഒരു ഷോർട്ടേജ് അവിടെ വരുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ പരിഹരിച്ചു കൊടുത്തു. സ്തോത്രം. എന്തേ വീഞ്ഞ് ലഭിക്കുവാൻ താമസിക്കുന്നത്, എന്തേ തീർന്നു പോയോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുവാൻ, ഉന്നയിക്കുവാൻ ഇടയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ യേശു കർത്താവ് ആ പ്രശ്നത്തെ സോൾവ് ചെയ്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ, ഒരു നിന്നയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുക, ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യകോലമാക്കി തീർക്കുക, ശത്രു കൊണ്ടുവരുന്ന ചില വിഷയങ്ങളെ ഹല്ലേലൂയ മറ്റാരും അറിയാതെ വേണം എന്റെ യേശു കർത്താവ് വിഷയത്തെ പരിഹരിച്ചു തരും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായി എങ്കിലും ആരും അറിയാതെ വേണം ദൈവപ്രവൃത്തിയെ ദൈവം അവിടെ വെളിപ്പെടുത്തി എന്ന് കാണുവാൻ സാധിക്കുന്നു. മറ്റാരും അറിഞ്ഞില്ല. അതവിടെ കാണുന്നു. അവിടെ കാണുന്ന മറ്റൊരു കാര്യം, വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ചു. ഹല്ലേലൂയ. അവിടെ നമുക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയും. അവിടെ വീഞ്ഞ് തീർന്നു പോയാലും മണവാളിനെ വിളിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നു, വീഞ്ഞിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും അവിടെ വിരുന്നുവാഴിയെ, അവിടെ മണവാളിനെ വിളിക്കുന്നുണ്ട്. സാധാരണ എന്തേ സ്തോത്രം, ഒരു അനുഭവം, മണവാളനെ ആ ഒരു വീഞ്ഞ് തീർന്ന സാഹചര്യത്തിലാണ് വിളിച്ചെങ്കിൽ നിന്ദകൾ കടന്നു വരാം, പരിഹാസങ്ങൾ കടന്നു വരാം, മറ്റുള്ളവർ കളിയാക്കിയിരിക്കാം. എന്തു പറ്റി ഷോർട്ടേജ് വരാൻ കാരണം, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ മണവാളനോട് വിരുന്നുകാർ ചോദിച്ചെന്ന് വന്നിരിക്കാം. പക്ഷേ ഒരു ചോദ്യത്തിനും അവസരം കൊടുക്കുവാൻ ഇടയാകാതെ വേണം ആ പ്രശ്നം, അവർ കടന്നു വന്ന ആ പ്രശ്നത്തെ കാണുവാൻ സാധിക്കുന്നു. മണവാളനെ ഒരു അഭിനന്ദനത്തിന്റെ പ്രവാഹം അവിടെ ഉയർത്തുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് അവിടെ പുകഴ്ചയുടെ ഒരു അനുഭവം. അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞം ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കാറുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ നിന്ദിക്കുവാൻ ശത്രു കൊണ്ടുവന്ന പദ്ധതികളായിരിക്കാം. പക്ഷെ ഈ പകൽ
പൽക്കാലം ഞാൻ പറയട്ടെ, നീ നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം, നിന്നെ പുകഴ്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്ക് അഭിനന്ദനത്തിന്റെ പ്രവാഹങ്ങളെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ മണവാളനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും നല്ല വീഞ്ഞ് കൊടുക്കാറുണ്ട്, ലഹരി പിടിച്ച ശേഷമാണ് എളുപ്പം. നീ ഇതുവരെയും നല്ല വീഞ്ഞ് ഒരു മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് ഒരു കല്യാണത്തിനു വേണ്ടി വീഞ്ഞ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി രുചി വരുത്തുവാൻ കഴിയുന്നതിനേക്കാൾ ടേസ്റ്റായ രീതിയിൽ അതിനകത്ത് ഒരു ദൈവപ്രവർത്തി ഒരു സെക്കൻഡ് പോലും എടുക്കാതെ എന്റെ യേശു കർത്താവ് ചെയ്തുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ എത്ര ശ്രമിച്ചിട്ടും എത്ര നന്നാക്കുവാൻ നോക്കിയിട്ട് നിന്നെ കൊണ്ട് കഴിയുന്നതിന് അപ്പുറമായിട്ട് നിനക്ക് വേണ്ടി, നിന്നെ ഉയർത്തേണ്ടതിനായിട്ട്, നിന്നെ മാനിക്കേണ്ടതിന് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു യേശു കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ സാമർത്ഥ്യത്തിനപ്പുറമായിട്ട്, നമ്മുടെ എക്സ്പീരിയൻസുകൾക്ക് അപ്പുറമായിട്ട്, ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തി. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും നല്ലത് നിനക്കൊന്ന് ചെയ്തു തരുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ തല ഉയർത്തേണ്ടതിന്, നിന്റെ പേരിനെ നിലനിർത്തേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പേരിനെ കളങ്കം വരുത്തുവാൻ നോക്കുമ്പോ, നിന്റെ കുടുംബത്തെ ആ ദേശത്ത് ഇല്ലായ്മ ചെയ്യുക, തല താഴ്ത്തി പിടിപ്പിക്കുവാനായിട്ട് ശത്രു നോക്കുമ്പോ, നിന്റെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടുവന്ന വിഷയം മുഖാന്തരമായിട്ട് നിന്റെ തലയെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഒരു മഹത്വം അതിനകത്ത് ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ശത്രുവിന് അറിയത്തില്ല, പെട്ടെന്ന് വീഴ്ച വരുമ്പോ കുറവ് വരുമ്പോ ഇതിനകത്തൊരു വിടുതൽ നടക്കുമെന്ന്. പക്ഷേ ആ കുറവിനെ പരിഹരിപ്പാൻ കഴിയുന്ന യേശു കർത്താവിനെ അവർ വിളിച്ചിരുന്നു. സ്തോത്രം. വിളിക്കുക യേശു കർത്താവിനെ, നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ഹല്ലേലൂയ. അപ്പോഴാ യേശു കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, മണവാളിനെ അഭിനന്ദിക്കുന്ന, അല്ലെങ്കിൽ നീ ഇത്രയും സമയം ഈ നല്ല വീഞ്ഞ് എവിടെ വച്ചിരുന്നു എന്ന ചോദ്യം അവിടെ ചോദിക്കുന്ന. സ്തോത്രം. ഇല്ലെങ്കിൽ നാം ഓർത്തു നോക്കാം പ്രിയ ദൈവമക്കളെ, വീഞ്ഞില്ലാത്ത അനുഭവമാണെങ്കിൽ ആ മണവാളൻ എന്തുമാത്രം വേദന അനുഭവിക്കും, എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി കടന്നു വരും, എന്തെല്ലാം ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരേണ്ട സാഹചര്യത്തിൽ ഒരു ചോദ്യത്തിന് പ്രശസ്തി കൊടുക്കാതെ, ഒരു ചോദ്യം ഉന്നയിക്കുവാൻ അവസരം കൊടുക്കാത്തവണ്ണം ഇത് എവിടെ നിന്ന് ഇത്രയും നല്ലത് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ അവനെ ഉയർത്തുന്ന ഒരു യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. നിന്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ കൂടി ക്ഷണിച്ചിട്ടുണ്ടോ? നിന്നെ യേശു കർത്താവ് ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. നിന്നെ താഴ്ത്തുന്ന ഒരു ദൈവമല്ല, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തെ, നീ ചിന്തിക്കാത്ത സാഹചര്യത്തെ, നിന്റെ ജീവിതത്തിനകത്ത് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പരിഹരിച്ചു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൽക്കാലം ഭാരപ്പെടേണ്ട. യേശുവുമായിട്ടാണോ യാത്ര? ഹല്ലേലൂയ. നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ട് നിന്റെ വിഷയത്തെ കർത്താവ് സോൾവ് ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശു ഇതിനെ അടയാളം കൂടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെ 3 കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, പല കാര്യങ്ങൾ പറഞ്ഞ്, നിന്നയുടെ ഭവനമെന്ന പേര് പറഞ്ഞ് ഇടക്കിടക്കേണ്ട ഇടത്ത്, സ്തോത്രം, ആ ഭവനത്തിന്റെ ലേബലിനെ മാറ്റി ആ ഭവനത്തിനകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ആ ചരിത്രത്തെ അങ്ങ് മാറ്റുന്നത് പോലെ, ഹല്ലേലൂയ, ആ പ്രശ്നം അവിടെ ഉണ്ടായി എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാകാതെ എന്റെ കർത്താവിന്റെ മഹത്വത്തെ അതിനകത്ത് വെളിപ്പെടുത്തിയ ഒരു ഭവനമെന്ന് അവിടെ തിരുവചനത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയെത്തുന്നു. യേശു ഇതിനെ അടയാളം കൂടെ ആരംഭമായിട്ട്, ചിലതിന്റെയൊക്കെ തുടക്കം, പ്രിയ ദൈവ ഇതിലെ ശത്രു നിന്റെ ജീവിതത്തിനകത്ത് തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിന് ദൈവപ്രവൃത്തിയുടെ ആരംഭമായിട്ട് ദൈവം കുറിക്കും. ഹല്ലേലൂയ. നീ യേശുവുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എത്ര തിന്മയ്ക്കായിട്ടും, എത്ര നിന്നെ കളങ്കം വരുത്തേണ്ടതിനായിട്ട്, എത്ര നിന്നെ ദേശത്ത് ഇല്ലായ്മ ചെയ്യേണ്ടതിനായിട്ട് ശത്രു കൊണ്ടുവരുന്ന വിഷയങ്ങളെ എന്റെ ദൈവ നന്മയുടെ അടയാളമാക്കി, എന്റെ യേശു കർത്താവിന്റെ അടയാളം കൂടെ ആരംഭമാക്കി അങ്ങ് മാറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കാമോ? ശത്രു കൊണ്ടുവരുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്
അവൻ എന്തിനാണ് പദ്ധതി ഇട്ടത്, അതിന്റെ ഓപ്പോസിറ്റാക്കി ദൈവം ആ വിഷയത്തെ അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ പല വിഷയങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. സ്തോത്രം കർത്താവേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഈ പ്രശ്നം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതാണല്ലോ, പെട്ടെന്ന് കടന്നു വന്ന ഹല്ലേലൂയ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കഴിയത്തില്ല, ആരോട് ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് യേശു കർത്താവിനെ ഒന്ന് ക്ഷണിക്കാമോ? കർത്താവ് പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്ന ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയതേ മക്കളെ, വാതിൽ തുറന്നു കൊടുക്കുക, ഹൃദയമാക്കുന്ന വാതിലിനെ തുറന്നു കൊടുക്കുക എന്നത് എന്റെ നിങ്ങളുടെ കർത്തവ്യമാണ്. സ്തോത്രം. അല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു കർത്താവല്ല. സ്തോത്ര. കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കും. സ്തോത്ര. ആ മുട്ടുകേട്ട് നാം തുറക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം സ്തോത്ര പ്രശ്നങ്ങൾ വന്നിട്ട് യേശു കർത്താവിനെ ക്ഷണിക്കുവാനിരിക്കുകയല്ല, പ്രശ്നങ്ങൾ കടന്നു വരുന്നതിന് മുമ്പായിട്ട് ആ സ്തോത്ര ആ വിഷയത്തിനകത്തേക്ക് നീ കടക്കുമ്പോൾ തന്നെ നീ യേശു കർത്താവിനെ, പ്രശ്നത്തിനെ പരിഹരിക്കുവാൻ കഴിയുന്ന യേശു കർത്താവിനെ ക്ഷണിക്കുക. സ്തോത്രം. പലപ്പോഴും നമുക്ക് പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും കടന്നു വന്ന് എല്ലാവരും കൈവിടപ്പെട്ട് എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ യേശുവിനെ നോക്കുവാനായിട്ട് ഇടയെത്തുന്നു. പ്രശ്നങ്ങൾ കടന്നു വരുന്നതിന് മുമ്പായി തന്നെ നിന്റെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനം യേശു കർത്താവിന് കൊടുക്കുക. സ്തോത്ര. അപ്പ എന്റെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം നടക്കേണ്ട സകല വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു, അതിലേക്ക് എന്റെ കർത്താവിനെ ക്ഷണിക്കുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ ആ യാത്രയുടെ മധ്യത്തിൽ കടന്നു വരുന്ന കുറവുകൾ, ആ യാത്രയുടെ മധ്യത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളെ എന്റെ കർത്താവ് പരിഹരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ അടയാളം കൂടെ ആരംഭമായിട്ട് ചിലതൊക്കെ കുറിക്കുവാനായിട്ട് ഇടയത്തില്ല. ആർക്കും ഇതുവരെയും ചെയ്യാത്തതായ ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. യേശു കർത്താവിനോട് മറിയ പറഞ്ഞപ്പോ, മറിയടുത്ത് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ നാഴിക വന്നില്ല. പക്ഷേ ആ പ്രശ്നം വീട്ടിനകത്ത് തലപൊക്കി വന്നപ്പോ യേശു കർത്താവ് അത് ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, സാഹചര്യങ്ങൾ നോക്കാതെ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? അവിടെ കാണുന്നു, യേശു അതിന് അടയാളം കൂടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതേ, ചില മഹത്വങ്ങൾ, യേശു കർത്താവിന്റെ ചില മഹത്വങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കാം, നിന്ദിക്കപ്പെടേണ്ട വിഷയമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് ചലിക്കാൻ പോകെ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ചലിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് സംഭവിക്കുന്നു, മറ്റുള്ളവർ യേശുവിൽ വിശ്വസിക്കും. പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിന്റെ മഹത്വം, ഒരു ദൈവത്തിന്റെ ഗ്ലോറിയസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം, അനേകം പേര് യേശു കർത്താവിൽ വിശ്വസിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഈ പകൽക്കാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ മഹത്വം വെളിപ്പെടുത്തി കർത്താവിനെ ക്ഷണിക്കുന്ന ദൈവ പൈതന് വേണ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്തോത്രം. നീ കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? നീ മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, മറ്റു മുമ്പിൽ തലകുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, ഒരു പരിഹാസ വിഷയമാക്കി നിർത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം അതിനകത്ത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. മറ്റുള്ളവർ പരിഹസിക്കപ്പെടേണ്ടവർ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം കർത്താവുമായി നീ യാത്ര ചെയ്യുമ്പോ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നീ ഒന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. സ്തോത്ര. നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഏത് പ്രശ്നത്തെയും എന്റെ കർത്താവ് പരിഹരിച്ച് തരുവാനായിട്ട് ഇടയായിത്തീരാ. അതേ സ്തോത്ര. നിരാശകൾ ഈ പകൽക്കാലം മാറട്ടെ, ആകുലതകൾ മാറട്ടെ. ഈ പ്രശ്നത്തിനകത്ത് എങ്ങനെ പരിഹരിക്കപ്പെടുവാനായിട്ട് കഴിയും? നിസ്സഹായതയുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. എവിടെ നമുക്കറിയാം, ആ മാളവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ആ വീഞ്ഞ് സ്തോത്ര ഒരു ഷോർട്ടേജ് അവിടെ വന്നു കഴിയുമ്പോ മറ്റുള്ളവർ അറിയാതെ ആ വിഷയത്തെ പരിഹരിക്കാനായിട്ട് കഴിയത്തില്ല ഒരിക്കലും.
ഒന്നേ പുറത്തു പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. പുറത്തു പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ അവർ നിർത്തുന്ന ഒരു സാഹചര്യം കണ്ടു. പക്ഷേ അതിനൊന്നും ഇടയാക്കാതെ അവിടെ ഒരു വ്യക്തി പോലും അറിയുവാൻ, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുവാൻ അനുവദിക്കാതെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് യേശു കർത്താവുണ്ട്. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, മറ്റാരും അറിയാതെ നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന യേശു കർത്താവിനെ ഈ പകൽക്കാലം നിനക്ക് ക്ഷണിക്കുവാൻ കഴിയുമെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീ ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യക്കോലമാകാതെ, നീ ലോകത്തിന്റെ മുമ്പാകെ നിന്നയായി തീരാതെ, എന്റെ ദൈവം നിന്റെ പ്രശ്നത്തെ പരിഹരിച്ചു തരുവാനായിട്ടിടയത്തിരാ. നമുക്ക് മനുഷ്യർക്കാർക്കും അവിടെ നമുക്കറിയാം, സ്തോത്രം, ഒരു മനുഷ്യനും ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ആരൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും ആ പ്രശ്നം മറ്റൊരാൾ അറിയാതെ പരിഹരിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. പരിഹരിക്കപ്പെടണമെങ്കിൽ പുറത്തു പോയി അത് വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ പോലും പലരും അറിഞ്ഞാൽ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ യേശു കർത്താവ് അങ്ങനെയല്ല. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നില്ലേ? ജീവിതത്തിലെ കടഭാരമായിരിക്കാം, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ഇത്രയൊക്കെ ഉണ്ടെന്ന്, കടങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്രയൊക്കെ വിഷയങ്ങളുണ്ടെന്ന് മറ്റുള്ളവർ അറിയുമല്ലോ എന്ന് ഭാരപ്പെടുമ്പോൾ, കടഭാരം നിങ്ങളെ ഒരു സൈഡിൽ ഞെരുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ രോഗം ഒരു സൈഡിൽ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിങ്ങളെ തകർത്ത് കളയുമ്പോൾ, മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ആകുലത കടന്നു വരുമ്പോൾ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മറ്റൊരാൾ അറിയാതെ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ വിഷയത്തെ പരിഹരിച്ചു തരുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ യേശു കർത്താവുമായിട്ട് ഈ പകൽക്കാലം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. സ്തോത്രം. അനേകം പേർ യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതേ, പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരായിട്ട്, ഓപ്പോസിറ്റായിട്ട് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു യേശു കർത്താവ്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കാര്യമേ ഉള്ളൂ നാം ചെയ്യേണ്ട. ഒറ്റ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം യേശു കർത്താവിനെ ക്ഷണിച്ച് യേശുവുമായിട്ട് യാത്ര ചെയ്യുക. സ്തോത്ര. ഹല്ലേലൂയ. ഒരു പൂർണ്ണതയുടെ യേശു കർത്താവ്, കുറവുകളെ നികത്തുന്ന യേശു കർത്താവ്, ഏത് വിഷയത്തെ പരിഹരിപ്പാൻ കഴിയുന്ന യേശു കർത്താവ്, നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നം കടന്നു വരുന്നതിന് മുമ്പായിട്ട് ആ പ്രശ്നത്തിന്റെ ഗൗരവത്തെ അറിയുന്ന ഒരു യേശു കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തളർന്നു പോകണ്ട. ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില പ്രശ്നങ്ങൾ, ചില വേദനകൾ മറ്റാരും അറിയാതെ പരിഹരിക്കപ്പെടുകയാ. സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അപ്പാ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെടുന്നില്ലേ? ആരോട് ഞാൻ ഇത് ഷെയർ ചെയ്യാം? ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പരിഹരിക്കുവാനായിട്ട് കഴിയും എന്ന് അകത്തളങ്ങളിൽ ചോദിച്ചിരിക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് കയറി നിന്റെ വിഷയത്തെ യേശു കർത്താവിനോട് പറയുക. സ്തോത്ര. യേശു കർത്താവ് വിഷയത്തെ പരിഹരിച്ചു തരുക. യേശു കർത്താവ് വിഷയത്തിന് മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ഇവിടെ വചനത്തെ ഞാൻ വായിച്ചതുപോലെ അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. പ്രിയതേ മക്കൾ, ആരും അറിയാതെ നിന്റെ പ്രശ്നത്തെ കർത്താവ് പരിഹരിക്കും. ഇന്ന് ഏതൊക്കെയോ വിഷയത്തിനകത്ത് എന്റെ യേശുവിന്റെ പരിഹാരം വെളിപ്പെടാൻ പോകിയ, ഏതൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ ആകുലപ്പെടുന്ന വിഷയം കൂടെ അകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് മറ്റാരും അറിയാതെ ചില ദൈവത്തിന്റെ മഹത്വങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ചില ദൈവത്തിന്റെ മഹത്വങ്ങൾ, ദൈവത്തിന്റെ ഗ്ലോറിയസ് ചില വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഭവനത്തിനകത്ത് കടന്ന്, അകത്തളത്തി കടന്ന് ഹല്ലേലൂയ നീറുന്ന ചില വിഷയങ്ങൾ, ആരോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഭവനത്തിനകത്ത് കടന്നു വന്ന ചില വിഷയങ്ങളെ കർത്താവ് ഇന്ന് പരിഹരിക്കുക. ഹല്ലേലൂയ. കർത്താവിന് പരിഹരിപ്പാൻ കഴിയാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. പുറത്തറിയിക്കുന്ന ഒരു കർത്താവല്ല. ഒരു മനുഷ്യരോട് നാം പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരിലേക്കും എത്തിക്കും ഇടയത്തിനും. പക്ഷേ യേശു കർത്താവിന്റെ അടുക്കൽ നിന്റെ വിഷയം എത്തിക്കഴിഞ്ഞാൽ, സ്തോത്ര, അത് പുറത്തേക്ക് വിടാതെ വേണം അകത്തളങ്ങളിൽ ഒതുക്കിക്കൊണ്ട് അകത്തളങ്ങളിൽ തന്നെ നിന്റെ വിഷയത്തെ സോൾവ് ചെയ്യുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ യേശു കർത്താവിന്റെ അടുക്കലേക്ക് നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. മറിയ അതാ ചെയ്തത്. സ്തോത്രം. അവിടെ ഉള്ള മറ്റുള്ളവരോടല്ല പറഞ്ഞത്, പരിഹരിപ്പാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് മറിയ ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, മറ്റാരും അറിയാതെ നിന്റെ വിഷയത്തെ യേശു കർത്താവ് പരിഹരിച്ചു തരും. വിശ്വസിക്കുക. സ്തോത്രം.
ആകുലപ്പെട്ടു പോകണ്ട. നിങ്ങൾ നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് ഹല്ലേലൂയ നിങ്ങളുടെ തല ഉയർത്തത്തക്ക രീതിയിൽ ഒരു പരിഹാസ വിഷയമായി തീരേണ്ട വിഷയത്തെ ദൈവത്തിന്റെ മഹത്വമാക്കി ദൈവം മാറ്റുവാനായിട്ടിടയെത്തരും. ഇത് അനേകം പേർ കാണുവാനായിട്ടിടയെത്തരും. ഇത് അനേകം പേർ അറിയുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടുവാനായിട്ടിടയെത്തരും. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കുക, അയ്യോ ഇതൊന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ഈ പ്രശ്നത്തെ ഒന്നും ആർക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ അതാ ഇവിടെ പറയുവാനായിട്ട് ഇടയെത്തുന്ന ഒരു മാനസികമായി ബുദ്ധി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീഞ്ഞിന്റെ കുറവ് മറ്റൊരാൾ അറിയാതെ മാനസിക ബുദ്ധി കൊണ്ട് നികത്തുവാൻ കഴിയുന്ന ഒന്നല്ല. സ്തോത്രം. പക്ഷെ അവിടെ അതിനെ ഒരു ചർച്ചാ വിഷയമാക്കി മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെട്ടു വരുന്നതിന് മുമ്പായിട്ട് തന്നെ സ്തോത്രം ഇങ്ങനെ ഒരു കുറവ് അവിടെ സംഭവിച്ചു എന്ന് വിരുന്നുകാർ അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ എന്റെ കർത്താവ് പ്രശ്നത്തെ സോൾവ് ചെയ്തു. ഹല്ലേലൂയ. അതാ എന്റെ യേശു കർത്താവിന്റെ പ്രത്യേകത. 10 പേരെ അറിയിച്ചിട്ട് നിന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന തരുന്ന ഒരു കർത്താവല്ല. 10 പേരെ അറിയുന്നതിന് മുമ്പായിട്ട്, പുറം ലോകം അറിയുന്നതിന് മുമ്പായിട്ട് നിന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഉടയവന്റെ കര ഈ പകൽക്കാലം ചിലർക്ക് വേണ്ടി ചലിക്കുക. സ്തോത്ര. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാം. നാറ്റം വമിക്കേണ്ട വിഷയമായിരിക്കാം, ദുർഗന്ധങ്ങൾ വമിക്കുമെന്ന് പറയുന്ന വിഷയമായിരിക്കാം. ആ വിഷയത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ മഹത്വം ചലിക്കും. നിങ്ങളുടെ തല ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവ നിന്ദിക്കപ്പെടേണ്ട ഇടത്ത്, പരിഹസിക്കപ്പെടേണ്ട ഇടത്ത്, അപമാനത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കേണ്ട ഇടത്ത് ഹല്ലേലൂയ അഭിനന്ദനത്തിന്റെ വാക്കുകൾ, പുകഴ്ചയുടെ വാക്കുകൾ ഹല്ലേലൂയ നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെട്ടു വരത്തക്ക രീതി എന്റെ യേശു കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിനകത്ത് ചലിക്കും. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കുക. ആരും അറിയാതെ നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുന്ന യേശു കർത്താവ് കൂടെയുണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുമ്പോ ആകുലപ്പെടുമ്പോ കർത്താവേ പരിഹാരകനായിരിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് തരുന്നു. മറ്റാരും അറിയാതെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്തു കൊടുക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ച, നിന്നയ്ക്കായി ശത്രു കൊണ്ടുവന്നതിനെ പെട്ടെന്ന് കടന്നു വന്ന ചില വിഷയങ്ങൾ ആരോട് എങ്ങനെ ഇത് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് പരിഹരിക്കും എന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുമ്പോ മറ്റൊരാൾ അറിയാതെ വണ്ണം ആ പ്രശ്നത്തെ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു കർത്താവ്, ഒരു ചർച്ചയ്ക്കായി വിഷയത്തെ ഇടാതെ വണ്ണം ആ പ്രശ്നത്തെ സോൾവ് ചെയ്തു കൊടുക്കുന്ന കർത്താവ്, ജനത്തിന്റെ ഇടയിലേക്ക് കർത്താവ് വിഷയത്തെ പറഞ്ഞു വിടാതെ വണ്ണം ആ വിഷയത്തെ പരത്തുവാൻ നോക്കുന്ന സത്വമണ്ഡലത്തെ തകർത്തുകൊണ്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന യേശു കർത്താവിന്റെ കരം തന്റെ ജനത്തിന്റെ മേൽ പൽക്കാലം ചലിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. കടപ്പാരത്താലായിരിക്കുന്ന പ്രിയ സഹോദരിയുടെ വിഷയത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. കടപ്പാരങ്ങൾ മാറട്ടെ. ഒരു ദൈവ മഹത്വം അതിനകത്ത് ചലിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ അതിനകത്ത് ഈ പകൽക്കാലം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.